നമസ്കാരം. ഒരു കുടുംബത്തെ മൊത്തം നിശബ്ദതയിലേക്ക് തള്ളിവിടും. ഛത്തീസ്ഗഡിൽ നിന്ന് കേൾക്കുന്ന ഈ വാർത്ത അങ്ങനെയൊരു ഹൃദയഭേദകമായ കഥയാണ്. ഏകമകന്റെ വേർപാടിൽ നീറി 2 വർഷത്തോളം കണ്ണീരോടെ ജീവിച്ച് ഒടുവിൽ അവനിലേക്ക് തന്നെ യാത്ര തിരിച്ച ഒരു അച്ഛന്റെയും അമ്മയുടെയും കഥ. ജഞ്ജീർ ചമ്പ ജില്ലയിലെ ഒരു കൊച്ചു വീട്. കഴിഞ്ഞ 2 വർഷമായി ആദിത്യൻ എന്ന 21 വയസ്സുകാരന്റെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുകയായിരുന്നു കൃഷ്ണ പട്ടേലും ഭാര്യ രമാബായിയും. അവനെ ചുറ്റിപ്പറ്റിയായിരുന്നു ലോകം കണ്ടിരുന്നത്. അവന്റെ ചിരി, അവന്റെ കുസൃതികൾ, അവന്റെ സ്വപ്നങ്ങൾ എല്ലാം ആ വീട്ടിൽ നിറഞ്ഞു നിന്നു. എന്നാൽ 2 വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണം അവനെ തട്ടിയെടുത്തപ്പോൾ ആ വീടിന്റെ വെളിച്ചമണഞ്ഞു. സർവോപരി അവർ തമ്മിലുള്ള സംസാരം ഇല്ലാതായി. ഗ്രാമവാസികൾ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 1 വർഷമായി അവരെ ചിരിച്ചു കണ്ടിട്ടില്ല. ആദിത്യൻ പോയതോടെ അവർ അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. പുറമേ ശാന്തമെന്ന് തോന്നിച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരു അഗ്നിപർവ്വതത്തെ പോലെ നീറുകയായിരുന്നു. മകൻ പോയ ശൂന്യത ജീവിതത്തെ അർത്ഥരഹിതമാക്കി മാറ്റിയ വേദന. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു: അവനൊപ്പം ചേരാൻ. കഴിഞ്ഞ ദിവസം ആ വീടിന്റെ മുറ്റത്തെ മരച്ചുവട്ടിൽ കൃഷ്ണ പട്ടേലിനെയും രമാബായിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ആ കാഴ്ച ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിക്കുകയായിരുന്നു. കൂടെ 4 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പും ഒരു വീഡിയോ സന്ദേശവും. ആ എഴുത്തിൽ തെളിഞ്ഞത് മാതാപിതാക്കൾക്ക് മകനോടുള്ള അളവറ്റ സ്നേഹവും ആഴത്തിലുള്ള വേദനയും ഒടുവിൽ അവർ കണ്ടെത്തിയ ഒരപൂർവ സമാധാനവുമാണ്. ആദിത്യൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറയായിരുന്നു, ഞങ്ങളുടെ ലോകം. അനുസരണയുള്ള മകനും നല്ല സുഹൃത്തുമായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഓരോ വാക്കും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവർ കുറിച്ചു. അവന്റെ മരണത്തിന് ശേഷം വീട് നിശബ്ദമായി. ദൈവം ദയാലുവാണ്. ദീർഘനാളത്തെ സഹനത്തിനൊടുവിൽ എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ്. എനിക്ക് ദൈവത്തോട് ആകർഷണം തോന്നുന്നു. ദൈവത്തിൽ ലയിക്കുക എന്നതാണ് എൻ്റെ വിധി. അതേസമയം മരണം തെരഞ്ഞെടുക്കുമ്പോഴും അവരുടെ മനസ്സിൽ മകന്റെ ഭാവിയും കുടുംബത്തിന്റെ ഭാവിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മകൻ ആദിത്യന്റെ അപകട മരണത്തിന്റെ ക്ലെയിം തുക ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. ഇതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന, അവർ ഓർമ്മിപ്പിച്ചു. ആ എഴുത്ത് അവസാനിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ 2 പേരും ബോധപൂർവവും സന്തോഷത്തോടെയും ദൈവത്തിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ല. ദയവായി സന്തോഷത്തോടെ ഞങ്ങൾക്ക് വിട നൽകുക. ഞങ്ങളെ ഓർത്ത് ദുഃഖിക്കരുത്. ഞങ്ങൾ പൂർണ്ണ സമാധാനത്തോടെ, ആഗ്രഹങ്ങളില്ലാതെ, സന്തോഷത്തോടെയാണ് ഈ ലോകം വിടുന്നത്, അവർ ആ കത്തിൽ കുറിച്ചു. എന്തായാലും ഈ മകന്റെ മരണശേഷം അവർ ബന്ധുക്കളോട് പോലും സംസാരിച്ചിരുന്നില്ല. എന്തിന്, ഇവർ തമ്മിലുള്ള സംസാരം പോലും കുറഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. ഒടുവിലാണ് മകനൊപ്പം പോകാൻ അവർ തീരുമാനിച്ചത്.